വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു വാഹനം എടുത്തിരിക്കുകയാണ്. ഒരു 1967 മോഡൽ ലാംബ്രട്ട സ്കൂട്ടറാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു സ്കൂട്ടർ സ്വന്തമാക്കണമെന്ന്. അത് ഒരു ലാംബ്രട്ട അല്ലെങ്കിൽ ഒരു ലാംബി എന്നായിരുന്നു മനസ്സിൽ. പക്ഷെ ഇപ്പോൾ നമുക്കൊരു മദ്രാസ് രജിസ്ട്രേഷൻ ഉള്ള ഒറിജിനൽ ആയിട്ടുള്ളൊരു ലാംബ്രട്ട സ്കൂട്ടർ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. അത് ഇതിലെ മുന്നത്തെ ഓണർ അതിനെ പെയിൻറ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടിരിക്കുകയായിരുന്നു. 10 വർഷത്തോളം ഈ കണ്ടീഷനിൽ കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ ഭാഗ്യത്താൽ അതിന് പാർട്സ് ഒന്നും മിസ്സായിട്ടില്ല. മാക്സിമം സ്പെയർ പാർട്സ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിനെ റീപെയിൻറ്റിങ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കണം. ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് ആവശ്യമെങ്കിൽ മാത്രം എഞ്ചിനും കൂടി അഴിച്ച് അതിനെ പൂർണ്ണമായി റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. എപ്പോഴത്തെയും പോലെ തന്നെ വണ്ടിയുടെ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മെക്കാനിക്കായ മുരളിയേട്ടൻ തന്നെ ആയിരിക്കും. ആളും ഒരുപാട് വണ്ടികൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആളുടെ പഴയ കാലങ്ങളിൽ ഒരുപാട് ലാംബ്രട്ട, വിജയ് സൂപ്പർ, അതുപോലെ വെസ്പ സ്കൂട്ടറുകൾ അതിൻ്റെ എല്ലാ രീതിയിലും റീസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആൾക്കും വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇപ്പോൾ ഒരു ലാംബ്രട്ട റീസ്റ്റോർ ചെയ്യാൻ. തീർച്ചയായും ഒരു രസകരമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു 1967 ലാംബ്രട്ട പ്രൊജക്റ്റ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാലും വണ്ടി നോക്കിയിടത്തോളം വേറെ വലിയ മേജറായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. വണ്ടിയുടെ അതുപോലെ തന്നെ കുറേ പാർട്സുകളെല്ലാം വണ്ടിയിൽ തന്നെ ഉണ്ട്. പിന്നെ എന്താണ് അതിൻ്റെ ബോഡി പാർട്സ് ആയാലും ശരി വലിയ ഒന്ന് പാച്ചിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ പാർട്സ് പെട്രോൾ ക്യാപ്പ്, ഫ്യൂവൽ ഓൺ ഓഫ് എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ ഒറിജിനലായിട്ട് തന്നെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബോഡി പാർട്സ് ആയാലും ഒന്നും വലിയ പാച്ചിങ് ഇല്ല. കാരണം പെയിൻറ്റിങ്ങിന് അയച്ചത് കാരണം ഒരുവിധം സർഫസിങ് എല്ലാം ക്ലീനാണ്. എന്തായാലും കിക്കറും ഫ്രീ അയച്ച അത് താഴുന്നുണ്ട്. കംപ്രഷനെല്ലാം ഓക്കെയാണ്. കറണ്ടും ചെറുതായ രീതിയിൽ വരുന്നുണ്ടോ സംശയമുണ്ട്. ഒന്നുകൂടി ക്ലിയർ ചെയ്ത് നോക്കണം നമുക്കത്. ഇപ്പോൾ 2 വീലും ഇല്ലാത്തത് കാരണം വീല് നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാനും പറ്റില്ല. എന്തായാലും 2 ടയറുകളും എന്തായാലും പുതിയ ടയർ വാങ്ങിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വണ്ടി അങ്ങോട്ടും മാറ്റി നിർത്താനും അതുപോലെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വീൽ പാർട്സും ഫുൾ കംപ്ലീറ്റ് ആണ്. എന്തായാലും വേറെ വലിയ മേജറായിട്ടുള്ള സാധനങ്ങളൊന്നും മിസ്സിങ് ഇല്ല. ബ്രേക്ക് ഷൂ അതുപോലത്തെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് എന്തായാലും റീസ്റ്റോർ ചെയ്യുമ്പോൾ പുതിയത് വാങ്ങിക്കേണ്ടതാണ്. എന്തായാലും സ്കൂട്ടറിന്റെ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ലാംബ്രട്ട സ്കൂട്ടറിന്റെ ഒക്കെ പാർട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കമന്റ് ബോക്സിൽ വല്ല കോൺടാക്റ്റോ എന്തെങ്കിലും ഇടേണ്ടതാണ്. കാരണം അത് വലിയ ഉപകാരം തന്നെ ആവും. കാരണം പാലക്കാട് ഭാഗത്തൊന്നും ഇപ്പം അങ്ങനെ പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കാര്യത്തിലൊന്നും സ്പെയർ പാർട്സ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഹോണ് അല്ലേ? എന്തായാലും ഒന്നുകൂടി ഷേപ്പ് ചെയ്യണം. നമ്മളൊന്നുകൂടി പെയിൻറ്റിങ്ങിന് വേണ്ടി ഇത് ഫുള്ളായിട്ട് സ്ട്രിപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ബോഡി ഒന്നുകൂടി കറക്റ്റ് അലൈൻമെൻ്റ് എല്ലാം കറക്റ്റ് അല്ലേ ഒന്നുകൂടി നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളതിനെ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചെറിയ ചെറിയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ എല്ലാ നട്ട് ബോൾട്ടൊക്കെ ഒന്ന് അലൈൻ ചെയ്യണം. എല്ലാം ഏതൊക്കെയാണെന്ന് അസോർട്ട് ചെയ്ത് പുതിയതായി വാങ്ങിക്കണം. ചെറിയ ഫിക്സിങ് ബോൾട്ടുകളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ.
അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ സൈസിൽ വാങ്ങിച്ചിട്ട് വേണം നമുക്കിതിനെ ഒന്നുകൂടി അഴിച്ച് പെയിൻ്റ് അടിക്കുന്നുണ്ട്. കറക്റ്റാണ്ടേ ബാലേട്ടനെ കൊണ്ട് തട്ടിക്കുക എല്ലാം ഒന്ന് അടിച്ചോളൊക്കെ നെയ് പുള്ളിട്ടാ. എന്തായാലും വരുന്ന വീഡിയോകൾ തീർച്ചയായും നമ്മൾ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഭാഗത്തുള്ള സജഷൻസും തീർച്ചയായും കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. ബുഷ് ഇടേണ്ടി വരും ഇതിലോട്ട്. ഇപ്പൊ നല്ല ടിപ്പുണ്ട് ഇപ്പോഴേ. എവിടെ കപ്പ് വരിക കിട്ടാൻ പണിയാ